ഹായ് ഓൾ, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് പണി ഇപ്പോൾ കഴിയുന്നതുവരെ നമ്മളൊരു പുതിയ റെൻ്റൽ ഹൗസിലോട്ട് മാറുകയാണ് എന്നുള്ളത്. ഇതുവരെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ നിന്നിരുന്നത്. അന്ന് എനിക്ക് വ്ലോഗ് എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുവരെ വ്ലോഗൊന്നും എടുത്തിട്ടേ ഇല്ല. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് കേട്ടോ. എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്നും. ഒരുപാട് മിസ്റ്റേക്കുകൾ ഇതിലുണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ പുതിയ വീട്ടിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പണികളും ഉണ്ടായത്, ഒരു അടുക്കും ചീട്ടൊക്കെ ഉണ്ടായത് കേട്ടോ. മറ്റേത് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കുക, വർക്ക് ചെയ്യുക, ഇതന്നെ ആയിരുന്നു എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ മക്കളെ മദ്രസയിൽ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞാൻ ഓരോ പണികൾക്കും നിൽക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതായത് നമുക്ക് 1-2 വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് മിക്സിയിൽ ഇടാനും ഉണ്ടാവില്ല, എന്നാൽ അരക്കും വേണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ മെഴുക്ക് പുരട്ടിയായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറ് വെച്ചു, റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അലക്കാൻ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അത് വാഷിംഗ് മെഷീനിലിട്ടു. പിന്നെ മോന് ഈ കടല ഒന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട പൊരിച്ച് അതിൻ്റെ ഇടയിൽ നിലം തൂത്ത് വാരിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മക്കളെ സ്കൂൾക്ക് പറഞ്ഞയച്ചതിന് ശേഷം ജിമ്മിൽ പോകാനുണ്ട്. അപ്പോൾ അവരെ പറഞ്ഞയക്കുന്നതിന് മുന്നേ ഉള്ള പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നിന്നത്. അങ്ങനെ 2 വിധം കൂട്ടാനും അതേപോലെ തന്നെ മോൾക്ക് ഒരു ബ്രെഡ് ഓംലെറ്റും ഉണ്ടാക്കി കൊടുത്തു. മോൾക്ക് സ്നാക്ക് കൊണ്ടുപോകണം. മോന് അതിൻ്റെ ആവശ്യമില്ല, മോൻ്റെ സ്കൂളിൽ അതില്ല. മോളും മോനും വേറെ വേറെ സ്കൂളിലാണ് കേട്ടോ. മോളുടെ വണ്ടി ഇവിടെ വരില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഓളെ ആക്കി കൊടുത്ത് വന്നതിന് ശേഷം പിന്നെ മോൻ്റെ അവിടെ വണ്ടി വന്നതിന് ശേഷം ഓൻ പോയിട്ടാണ് പിന്നെ ഞാൻ ജിമ്മിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയമാണ് ഈ രാവിലെ എന്ന് പറയുന്നത്. എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അതൊക്കെ ഞാൻ ജിമ്മിൽ പോയി വന്നതിന് ശേഷമാണ് പിന്നെ വാഷിംഗ് മെഷീനിലുള്ള ഡ്രസ്സ് അലക്കി അയലിട്ടതും പാത്രം കഴുകിയതും ഒക്കെ ഞാൻ ജിമ്മിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ. അതുവരെയുള്ള രാവിലത്തെ ആ ഒരു തിരക്ക് പിടിച്ച സമയം മാത്രമാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എനിക്കറിയില്ല ഇത് എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ട് ഇതിന് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.